ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ പാർട്ട്ണർ ഗൈസ്, ഇതിൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. അറിയോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എന്തെങ്കിലും ഒരു ടൈപ്പ് ഡ്രസ്സ് ഉണ്ടാക്കണം. ബിക്കിനി സെറ്റോ ഇങ്ങനെ വയ്ക്കുക. അയ്യോ, ഞാൻ മറന്നുപോയി. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണെങ്കിൽ ക്ഷമിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നില്ലേ ഒരു ക്രൂഷ്യ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അറിയില്ല, അതായത് കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ സ്റ്റിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടില്ലേ ഞാൻ ആദ്യം വാങ്ങിച്ചത് ഒരു ചിരടാണ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചിരടാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് കുറേ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ചെയ്യുമ്പോഴേക്കും അത് കഴിയുക. 2 മീറ്ററൊക്കെ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പറയും, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ 2 ദിവസം നമുക്ക് ലീവ് വന്നു, തിങ്കളാഴ്ചയാണ്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു പറയാം, ഞാൻ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അതിൽ ചെറിയൊരു കയറുണ്ടാക്കി. അത് നല്ലൊരു 5 മീറ്റർ 6 മീറ്റർ ഒക്കെ ഉണ്ടാവും ഒരു കയറുണ്ടാക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്ത് ഇതിൻ്റെ പോലെ ഇങ്ങനെ ഇട്ടുണ്ട് കേട്ടോ, കണ്ടോ, ഇങ്ങനെ ഇട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. എനിക്കറിയൊന്നുമില്ല, ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ തന്നെ മറ്റേ യൂട്യൂബിലും പിൻട്രസ്റ്റിലൊക്കെ റെഫറൻസ് നോക്കിയിട്ടാണ് ജസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ ചിരടല്ല, അതിലെന്താ പറയുക, കയറും, ഞങ്ങൾ കയറെന്ന് പറയാം, കയറും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഏതാണെന്നറിയോ, 6.5 mm ആട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ ഞാൻ പണ്ട് വാങ്ങി വെച്ചതാണേ. ഇത് എന്തിനാണെന്നൊന്നും പണ്ട് എനിക്കറിയില്ല, പക്ഷെ കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിയതാണ് ഇതൊക്കെ. ഇതെന്തെന്ന് വെച്ചാൽ ഇങ്ങനെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തുണ്ടാക്കിയ ഒരു കയറല്ലേ, കുറച്ച് തിക്കായതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വലുതെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചും കുറച്ച് വലുതായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഞാൻ കാണിച്ചത് കേട്ടോ. ഞങ്ങൾ എന്താ വെച്ചാൽ ഞാൻ ഓഫീസിലാണ് ഉള്ളത്, വർക്ക് കുറച്ച് കുറവാണിന്ന്. കാരണം ഡെലിവറി ബോയ് ഒക്കെ വന്ന് കൊണ്ടുപോകലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോവാനുള്ള നോക്കൊക്കെ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഞാൻ വെറുതെ ഇരുന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് നമ്മൾ കയറെടുത്തു. കയറിന് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഒരു കെട്ടിടണം. ആ കെട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുക. അയ്യോ, ഞാൻ മറന്നുപോയി, കാണിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഫസ്റ്റത്തെ നൂലെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ സാധാരണ ഒരു ചുരുക്ക് കെട്ട് വരും. നമ്മൾ നോർമലി പറയാറില്ലേ ഊരാൻ കുടുക്ക്, ഞങ്ങൾ നല്ല ഊരാൻ കുടുക്ക് എന്നാട്ടതിനെ പറയാം. അതായത് ഊരാൻ പറ്റാത്ത കുടുക്ക് ഇതിങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ ചെറുതാക്കാൻ വലുതാക്കാന്ന് പറയും. അല്ല, ചെറുതാവും ചെയ്യും വലുതാവും ചെയ്യും, ആ ഒരു ടൈപ്പ് സാധനം. നമ്മൾ ഇതിനകത്തേക്കാണ് ഈ സാധനം ഇടാൻ പോണേ. അതിന് മുമ്പ് നമ്മൾ ചിരട് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ഞാൻ പറയണേ. ഇങ്ങനെ ആദ്യം ജസ്റ്റ് ഇപ്പോൾ ഇത് നമുക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഞാൻ എങ്ങനെ ചെയ്യുന്നത്, ജസ്റ്റ് ഇങ്ങനെ പിടിക്കും, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഇനി നോർമൽ നമുക്ക് ഇത്രയും വലിയ ത്രെഡൊക്കെ അല്ലെങ്കിൽ ഇത്രയും വലിയ ചരടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മതി. കാരണം കയ്യിൽ ടൈറ്റായി നിൽക്കാതിരിക്കാൻ ഇങ്ങനെ പിടിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ പിടിക്കാറുണ്ട്, ചുറ്റാറുണ്ട്, അങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ ഞാനിതിനകത്തേക്ക് വെച്ചു. ഇനി നമ്മളുടെ ഈ ഒരു അതിനെന്താ പറയുക, ഈ കോണുണ്ടല്ലോ, ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ വരണം കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നത്, ഇങ്ങനെ വെക്കുക. ഇത് നടുവിരലല്ല, നമ്മൾ മോതിരം ഇടുന്ന വിരലില്ലേ, ആ വിരലും ചെറുവിരലും വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിക്കോളൂ, ഇത് നമ്മുടെ കൈ നല്ല ഫ്ലെക്സിബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രീതിയിലാണ് കയറ് കെട്ടിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഈ ചരടിനെ അതായത് ഇങ്ങനെ വെക്കുന്നു, ജസ്റ്റ് തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വയ്ക്കുക, തിരിക്കുക. അപ്പോൾ നമുക്കിതിന് ചുറ്റി വരുന്ന പോലെ ഒരു ഇതായിരിക്കും. അത് ഈ സൈഡിലൂടെ ചെല്ലുന്നു, തിരിക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കോണായിരിക്കും വരിക. ജസ്റ്റ് പുഷ് ചെയ്യുക, അകത്തേക്ക് വയ്ക്കുക. ഇത് വരുന്നില്ല കേട്ടോ, പക്ഷെ വലിയ പോലെ. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് നമ്മളുടെ ത്രെഡ് ഇങ്ങനെ ആയിരിക്കും വരിക. ഇങ്ങനെ വയ്ക്കുന്നു, തിരിക്കുന്നു. അതായത് ഈ ഹോളിനുള്ളിലേക്ക് നമ്മൾ എടുക്കുക. ഹോളിനുള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു സ്റ്റിച്ചാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഒരു സ്റ്റിച്ച് പറഞ്ഞാൽ ചെയിൻ സ്റ്റിച്ചാണ്. ഞാൻ ചെയിൻ സ്റ്റിച്ചും പഠിച്ചു. ദെൻ അവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ സാധാരണ ഒരു പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യില്ലേ, അതേപോലുള്ളൊരു സാധനം ഞാൻ പഠിച്ചത്. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെയാണ്.
അതായത് വീണ്ടും നമ്മളിങ്ങനെ വയ്ക്കുന്നു, തിരിക്കുന്നു ഇതിനകത്തേക്ക്. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കൊണ്ട്, അതായത് ഫാബ്രിക്കിൻ്റെ തുണി ഉണ്ടാക്കിയതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ ഞാൻ ഇതിലും ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങൾക്കും പറ്റും. സാധാ ചിരട്ട എടുത്താലും മതി, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ആണ് കിട്ടുട്ടോ, ഇതിൻ്റെ തന്നെ നൂല് കിട്ടുട്ടോ, കറക്റ്റ് നല്ല രസവും കാണാൻ. അത് വാങ്ങിച്ചാലും മതി. ഞാനിപ്പോൾ ഒരു 3 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നൂല് നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഒരു 10-12 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ചെയിൻ സ്റ്റിച്ച് ഇപ്പോൾ നമ്മൾ ആരി വർക്കൊക്കെ പഠിക്കുകയാണെങ്കിലും ഫസ്റ്റ് പഠിക്കുന്ന സ്റ്റിച്ച് പറയുന്നത് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. അതേപോലെ ഇതാണെങ്കിലും നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്, ക്രോഷ്യോ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ചെയിൻ സ്റ്റിച്ച് ആയിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. പിൻട്രസ്റ്റിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. പൂക്കൾ, പിന്നെ ബൊമ്മക്കുട്ടി, ഡ്രസ്സ്, ഷർട്ട്, ബാഗ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അതൊക്കെ കണ്ട് കുറച്ച് എനിക്ക് അങ്ങനത്തെ ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ചെയ്യാൻ നിന്നത് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ നോക്കിയാലോ എന്ന് തോന്നി. അതാണ് ഞാൻ വെറുതെ ട്രൈ ചെയ്യാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും ഇതിൻ്റെ അത്ര സെയിം ഒരു ത്രെഡ് ഉണ്ട്, ഇതിന് യൂസ് ചെയ്യുന്ന ഒരു ത്രെഡ് ഉണ്ട്, അതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ നിൽക്കണ്ടേ വിചാരിച്ചു. വെറുതെ അത് വാങ്ങിച്ച് കൊടുക്കുന്നേക്കാൻ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ വിചാരിച്ചാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തുണ്ടാക്കിയത്. എനിക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ചെയ്യുന്നത് നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ പാർട്ട്ണർ ഗൈസ്, ഇതിൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. എൻ്റെ ഇത്ര ഇട്ടുണ്ട് കേട്ടോ, കണ്ട. ഇവർക്ക് കാണിച്ചു കൊടുക്കും, ഇവിടെ തന്നെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. ഞാൻ സമാധാനത്തോടെ ഇരിക്കും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ പറയണം, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ സമാധാനത്തോടെ ഇരിക്കുന്നത്. എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എന്തെങ്കിലും ഒരു ടൈപ്പ് ഡ്രസ്സ് ഉണ്ടാക്കണം സ്റ്റിച്ച് ചെയ്ത്. പക്ഷെ ഇതിൽ വേറൊരു കോമഡി എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു നൂല് ജസ്റ്റ് വെറുതെ അറിയാണ്ട് പുറത്തേക്ക് വന്നതൊന്ന് വലിച്ചാൽ എല്ലാം കൂടെ ബിക്കിനി സെറ്റോ നമ്മുടെ കൾച്ചറിലാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ടേൺ ചെയ്യാൻ പറഞ്ഞു തന്നില്ലല്ലോ ഞാൻ, മറന്നുപോയി കഴിച്ച്. ഞാനപ്പോൾ എനിക്ക് ഫോൺ നോക്കി ഇത്ര എപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് ടേൺ ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നില്ലാന്ന്. ടേൺ ചെയ്യുന്നതിന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഒരു 10, 15, 20 നമ്മളുടെ ലെങ്ത്തിനനുസരിച്ച് എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, അതായത് ഫസ്റ്റത്തെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ഹോളിലൂടെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാമത്തെ ഹോളിലൂടെ അകത്തേക്ക് ഇടുന്നു, ദെൻ തിരിക്കുന്നു. സാധാ നമ്മൾ ഫാസ്റ്റ് ചെയ്ത മാതിരി തന്നെ. പിന്നെ ഈ 2 എണ്ണം വരും. 3 എണ്ണത്തിലും ചെയ്യാം, 2 എണ്ണത്തിലും ചെയ്യാം. 3 എണ്ണത്തിന് ഞാൻ വേണ്ട. അതേപോലെ തന്നെ ഇത് 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ 3, 4, 5 ഒക്കെ അതിനനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. 2 എണ്ണം ആകുമ്പോൾ ഒരുപോലെ ഇതേപോലെ ഇരിക്കും. 2 എണ്ണം ആകുമ്പോൾ 3 എണ്ണം 4 എണ്ണൊക്കെ ആകുമ്പോൾ വേറെ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ പല പല ടൈപ്പ് സ്റ്റിച്ച് ഉണ്ട്. ഞാനിപ്പോൾ ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അടുത്ത പഠിക്കുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. ഇനി ഞാനിങ്ങനെ ഇത്രയും നൂലുണ്ട് മൊത്തം സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയായിട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ റൗണ്ടിലാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഫ്ലവർ ബേസൊക്കെ ഉണ്ടാവില്ലേ റൗണ്ടിലുള്ള അതേപോലൊരു ഷേപ്പിലാണ് എൻ്റെ വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്കൊക്കെ എന്താ വന്നതെന്നുള്ളത് പറയണേ, കാരണം എനിക്ക് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുള്ളത് റൗണ്ടുള്ളത്. അത് കറക്റ്റ് നമുക്ക് ടേണിംഗ് ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നോക്കാം എന്താവും നോക്കാം. ലാസ്റ്റ് ഇതിപ്പോൾ പകുതി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു എത്ര ഉള്ളൂ എന്നാ, ഇപ്പോൾ ഒരു 2.5 മീറ്റർ ഉണ്ടാവും, അത്രയും കൂടെ ഉള്ളൂ. ചെയ്തിട്ട് ഞാൻ ബാക്കി ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത്
ഞങ്ങളുടെ കമ്പനി പേജിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല, ഇത് എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ബാക്കിയൊക്കെ ഷോർട്സ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ. അത് ഞങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവട്ടോ എൻ്റെ ഷോർട്സ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ഓക്കെ, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തത് എന്താണെന്നുള്ളത് കണ്ടറിയാം. ഇത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ടൈം നമ്മൾ ഫുള്ള് എടുക്കാൻ പറ്റില്ല. കണ്ടോ, ഫുള്ള് നമുക്ക് ചെയ്യാൻ കഴിയില്ല. കുറച്ച് വെച്ച് നിർത്തി ഇതിനകത്തേക്ക് നമ്മൾ കയറ്റും. ഇതിങ്ങനെ വെച്ചാൽ പോരാ കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് നല്ല കറക്റ്റ് കയറ്റണം. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് വലിക്കുമ്പോഴേക്കും ഇത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ അഴിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ കോമഡി കേട്ടോ. അഴിക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ സ്റ്റിച്ച് ചെയ്തത് അതായത് ഈ ഒരു ഷേപ്പിലാണ് വന്നത്. എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഈ ഷേപ്പിലാണ് വന്നത്. അതായത് കുട്ടികൾക്കൊക്കെ ഹാറ്റൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഫ്ലവർ വേസ് പോലെയൊക്കെ യൂസ് ചെയ്യാം. കറക്റ്റ് റൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടാ. ഇത് നമ്മൾ ഫസ്റ്റ് ഇട്ട കട്ട് അല്ല, ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ കെട്ടിട്ട ഭാഗത്തത്. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇത് നമ്മളുടെ ലാസ്റ്റത്തെ പീസ് വരുന്നത്. ഇത് നമ്മൾ ഇതിനകത്തേക്കാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇപ്പം ഞാനിത് അഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം എങ്ങനെ അഴിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തുടച്ചതാട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഇതാണ് ഇങ്ങനെ വരും. അങ്ങനെ എങ്ങനെയുണ്ട്? അവളെന്നെ നല്ല സപ്പോർട്ട് ചെയ്യും. ഇത് ഫ്ലവർ ബേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം സാർ. നന്നായി സപ്പോർട്ട് ചെയ്യും. കണ്ടോ, അവളില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇത് കൊള്ളാട്ടോ അത് കൊള്ളാട്ടെന്ന് പറയുന്നത് കൊണ്ടൊരു ചെറിയ കുട്ടികൾക്ക് തൊട്ടുന്നതായിട്ട് അവൾ വേറൊരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ എന്നെ ഭീഷണിപ്പെടുത്തുക. ഞാൻ പറഞ്ഞ പല ഡയലോഗും അതിലുണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കറക്റ്റ് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് പഠിച്ചിട്ട് നല്ലൊരു സാധനം ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നല്ലൊരു ഐറ്റം ഫ്ലവറോ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ അത് പഠിച്ചതിന് ശേഷം ചെയ്യാം. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതെൻ്റെ ഫസ്റ്റത്തെയാണ്. അപ്പോൾ ഞാനില്ലേ നമുക്ക് ഇത്രയും സ്റ്റിച്ച് ചെയ്തുണ്ടാക്കിട്ടോ. പക്ഷെ ഞാനിതിങ്ങനെ എടുത്തേക്കാറൊന്നുമില്ല. ഞാനിത് എങ്ങനെയാണ് അഴിക്കുന്നത് കാണിച്ചാൽ കേട്ടോ. അഴിക്കാൻ നല്ല സുഖമാണെന്ന് പറഞ്ഞില്ല. ഞാൻ അഴിക്കുന്നത് എങ്ങനെ കാണിച്ചു തരാം. ജസ്റ്റ് ഈ നമ്മൾ ലാസ്റ്റുള്ള ത്രെഡില്ലേ അത് ജസ്റ്റ് പുള്ളി ചെയ്താൽ മാത്രം മതി. കണ്ട, അഴിഞ്ഞിങ്ങനെ പോകുന്നുള്ളൂ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പോരും. നല്ല രസമാണ് അഴിക്കാൻ. നല്ല രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. 3 സ്റ്റിച്ച് ഇതുണ്ടാക്കിയിട്ട് ഇങ്ങനെ അഴിക്കാൻ നല്ല രസമാണ്. ഇത് ഞാൻ പറഞ്ഞു, വല്ല ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നൂല് പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ അങ്ങനെ പോരില്ലേ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. ഉണ്ടോ, ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് എത്തിട്ടോ. ഞങ്ങൾ പോവാറായി, സമയമായി, വീട്ടിൽ പോകാനുള്ള സമയമായി ഞങ്ങൾക്ക്. സാന്ദ്ര ഉണ്ടാവും ഒരുങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങനെ കണ്ടതാവും. അഴിഞ്ഞ് ഫുള്ള് പോകുന്നു. അവസാനം നമ്മുടെ ഈ കെട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ നമുക്ക് അഴിക്കാൻ പണി. അപ്പോൾ ബൈ കൊടുത്തു സാന്ദ്ര.